ഓ ഒരു രക്ഷയില്ല കേട്ടോ. ഈ വൈബ് എന്ന് പറയുന്നത് വേറെ ലെവൽ വൈബാണ്. അപ്പൊ നമ്മളിവിടെ ഷോപ്പിംഗ് തകൃതിയായി നടക്കണം. ടൈഗറിനത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നാഞ്ഞാൽ മതി, പുല്ലാച്ചിട്ട് എന്നെ പിടിച്ച് കടിച്ച് തിന്നോണോ. പെട്ടെന്ന് നാട്ടില് വടക്കോർത്തെത്തിയൊരു ഫീല്. തയ്യാറാണോ ടൈഗറിന് പിടിയെടുക്കാനോ? നിന്നെയാണ് വിളിക്കുന്നത് സോപ്പ്. മലപ്പുറം കത്തി ബോംബ് ചെന്നിട്ട് അവളിങ്ങനെ തോട്ടി എന്ത് തരാന്ന് പറഞ്ഞാല് ഇല്ല ഏരിയക്ക് ഇല്ലാന്ന് അറിയില്ലേ. അതെ നമ്മള് ബുദ്ധി ഇല്ലാത്തവരുമായി കളിക്കരുത്. അത് ടൈഗർ എന്നോട് പറഞ്ഞു. ഓ എന്റെ പൊന്നെ, ആ മുഖം ഒന്നിട്ട് കാണട്ടെ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രം തായ്ലൻഡ്. നമ്മൾ തായ്ലൻഡിൽ ഇന്ന് രാവിലെ എത്തി. ഫുക്കറ്റ് എയർപോർട്ടിലാണ് വന്നത്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ്. സ്വപ്നയുടെ കൂടെ തായ്ലൻഡിൽ നിന്നും ക്യാമറാമാൻ രമേശിനോടൊപ്പം റിപ്പോർട്ടർ മിത്ര. ഇത്രയൊക്കെ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത്, ഫസ്റ്റ് നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത് ഷാലോങ് ടെമ്പിൾ ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിൾ. ഇതൊരു 4 എണ്ണമായിട്ടാണുള്ളത്. അപ്പോൾ ഓരോന്നിന്റെ ഉള്ളിലും കയറിയിട്ട് വേണം നമുക്ക് പോവാൻ. അപ്പൊ ഇതാണ് വാട്ട് ഷാലോങ് അല്ലെങ്കിൽ ഷാലോങ് ടെമ്പിൾ. ഇത് 19th സെഞ്ച്വറിയിൽ ബിൽഡ് ചെയ്തതാണെന്നാണ് പറയുന്നത്. ഇത് ഫുക്കറ്റ് ടെമ്പിളിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ടെമ്പിൾ ആണ്. പിന്നെ ഇതിന്റെ വാൾസ് ആൻഡ് സീലിങ്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിന്റിംഗ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ ഒരുപാട് ഗോൾഡൻ സ്റ്റാച്യൂസ് ഉണ്ട് ബുദ്ധയുടെ. ഈ പെയിന്റിങ്ങിലൊക്കെ ബുദ്ധയുടെ ലൈഫ് ഓഫ് ബുദ്ധേനെ പറ്റിയിട്ടുള്ളതായിരിക്കും കൂടുതൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഷൂ പുറത്തിടണം, അതുപോലെ തന്നെ നമുക്ക് ഷോൾഡർ, വിമൺ ആണെങ്കിൽ ഷോൾഡർ കവർ ചെയ്യണം, പിന്നെ നീ ലെങ്ത്ത് വരെ അതിനുള്ളതൊക്കെ ആണെങ്കിൽ അതും നമ്മൾ കവർ ചെയ്യണം. അവിടെയുള്ള സ്കാർഫും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ വെടിവഴിപാടുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്താണ് കുറച്ചും കൂടെ സേഫ് ആണ് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് പൊട്ടിക്കുക, പുറത്തല്ല. പക്ഷെ കുറേ പേരായി വന്നിട്ട് ഇങ്ങനെ വഴിപാട് പോലെ ഇവിടെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്. ഇവിടെ കുറച്ച് ഹിന്ദിക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഹാപ്പി ഹോളി, ഹാപ്പി ദിവാലി. അവർക്ക് ഈ വഴിപാടിനെ പറ്റി വലിയ ഐഡിയ ഇല്ല, നമുക്ക് നല്ല പരിചയമാണല്ലോ. ഇത് അമ്പലത്തിലെ വഴിപാടിനുള്ള പൂക്കൾ, താമര, ഫുൾ താമര കേട്ടോ. പിന്നെ ഇതെന്താണ്, ചന്ദനത്തിരി പോലത്തെ ഒരു സാധനമൊക്കെ കാണാണ്ട്, പട്ട്. കൊള്ളാലോ. ഓൾമോസ്റ്റ് നമ്മുടെ അമ്പലം പോലെ തന്നെ അല്ലേ. അങ്ങനെ നമ്മൾ ഇതേ ടൈഗർ പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണല്ലോ മെയിൻ എന്ന് പറയുന്നത് അല്ലേ. എന്താണ് കുറെ എഴുതണൊക്കെ ഉണ്ടല്ലോ, വല്ലതൊക്കെ ഒപ്പിട്ട് കൊടുക്കണം. ജീവൻ പണയം വെച്ച പോരാട്ടാണ്. 1 മണിക്കൂർ എസ്സൊക്കെ ഉണ്ടല്ലോ. ഷർട്ടിനും മീഡിയം സൈസ് ടൈഗർ ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. മിത്ത് കുട്ടിക്ക് സ്മോൾ, കാരണം 17 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മീഡിയം പറ്റില്ല. സോ ഞങ്ങൾക്ക് 2 പേരെ കൂടെ നിൽക്കാനും പറ്റില്ല. സോ മിത്തുവിന് മാത്രമായിട്ട് സ്പെഷ്യൽ നമ്മൾ സ്മോളിന് വേണ്ടി, സ്മോളിന് 1.5 മണിക്കൂർ ക്യൂ ആണ്, വെയിറ്റിംഗ് ആണെന്നാണ് പറഞ്ഞത്. മീഡിയത്തിന് അധികം വെയിറ്റിംഗ് ഇല്ല. എന്താണ് അന്താളിച്ച് നിൽക്കുന്നത്? ആനല്ലാതെ ടൈഗറാണ് അലർന്നത്. ഇന്നെ നോക്കണൊക്കെ പറയുകയും ചെയ്തു. ദൈവമേ, കാശും കൊടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ മുന്നേ പോയി ഫോട്ടോ എടുക്കട്ടെ. നമുക്ക് പോയാലോ? ഞാൻ തുറത്തിട്ട് കളിക്കുന്നൊക്കെ താല്പര്യമില്ല. വലിയ ടൈഗറിനെ വേണമെന്ന് പറഞ്ഞല്ലേ, ചെന്ന് പിടിക്കേ. തയ്യാറാണോ ടൈഗറിന് പിടിയെടുക്കാനോ? സോപ്പോ, നിന്നെയാണ് വിളിക്കുന്നത് സോപ്പ്. ഇത് തീക്കളിയല്ല, ടൈഗറുമായിട്ടുള്ളൊരു കളി. അംഗം വിട്ടിന് പോവാട്. രംശേട്ടൻ ഇന്ന് ടൈഗർ പാർക്കിൽ പോകുന്ന ആദ്യമേ അറിയണമുണ്ട്. ഒരു വൈൽഡ് ലൈഫ് ഷർട്ടൊക്കെ ഇട്ടിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ടൈഗറിനത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നാഞ്ഞാൽ മതി, പുല്ലാച്ചിട്ട് എന്നെ പിടിച്ച് കടിച്ച് തിന്നോണോ. പുല്ലാണെങ്കിൽ കഴിക്കില്ല. കിടിലൻ 1-2 ഫോട്ടോ കൂടെ എടുക്കാലോ. അല്ല, കാടാണ് വിചാരിച്ചിട്ട് ഒളിക്കാന്ന് വിചാരിച്ച് നേരെ ചാടി പോയിടാവോ. അതാ വിളിക്കുന്ന സമയമായി. പോണോ? ഗേറ്റ് തുറക്കണോ? കാക്കറിക്കോളൂ. കുറുമ്പനാണത്. ഇത് കുറുമ്പൻ എന്നൊക്കെ പറയുന്നത് ആന. നിന്നെ കാത്തിരിക്കുന്നു. ചങ്ങലിക്കിടാൻ പറയും. ഇവിടെ ഒരാൾ ഇരിക്കണ്ട്. ഇവിടെ എന്തായി?
Touching tiger one by one and then together. Yep. No, we can take together. No. One by one. First you go. Please, No, first you go. Okay, together first. Uh-huh. Firmly. It's okay. Sit down behind. Strong. Yeah. If you do like that, the chicken, you cut them strong. Strong, yeah. Like a massage. And another, you take photo from front, you put photo. One by one first and then together. No, one two behind. That's like you walk and I'll take it. And you still. Yeah, but you do. Two behind. It's okay. Quickly. You sit down. ลุงลังเหรอ ฟังไม่รู้เรื่องปวดหัว หมายถึงมัน โอเค next turn ขามาสาดเพื่อเดิมเฟิร์ม Massage. เพื่อเดิมเฟิร์มทัดเฟิร์มlagi massage say hi Bye bye. bye bye എന്തൊക്കെയായിരുന്നു അല്ല ഇവിടുന്ന് പോകുമ്പോഴേ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അല്ല മലപ്പുറം കത്തി ബോംബ് ചെന്നിട്ട് അവളിങ്ങനെ തോട്ടി എന്ത് തരാന്ന് പറഞ്ഞാല് ഇല്ല ഏരിയക്ക് ഇല്ലാന്ന് അറിയില്ലേ അതെ നമ്മള് ബുദ്ധി ഇല്ലാത്തവരുമായി കളിക്കരുത് അത് ടൈഗർ എന്നോട് പറഞ്ഞു അത് ടൈഗർ അവരോട് പറഞ്ഞു അല്ല മിത്തു ബുദ്ധിയില്ലാത്ത അറിയോ അത് മീഡിയം ഒന്നല്ല അത് ഡബിൾ എക്സൽ ആണ് പിന്നെ അതെന്തെങ്ങനെ എന്ത് അത് ടൈഗറാണ് അതല്ലേ അമ്മ അവിടെ ചെന്നിട്ട് എന്താ സൊപ്പ് കാണിക്കുന്നത് ഞാൻ ഇനി ഞാൻ വിളിക്കാം എന്നേ വരെ ഉണരാത്ത ടൈഗർ പോലും ഒന്ന് ചാടി നോക്കി എന്നിട്ട് എന്നോട് പറയുന്നു സൗണ്ട് ഒന്നും ഉണ്ടാക്കരുത് എന്നെ അങ്ങനെ എന്താണ് പറയണ പോലെ ചെയ്യണം കേട്ടോ മിത്തുനെ വിടാൻ സത്യമില്ല അമ്മനെ കണ്ടപ്പോ ടൈഗർക്ക് തന്നെ ഒരു സംശയം അല്ല ഞാൻ വിചാരിച്ചു എന്റെ പേടിയുടെ ആ ഹോർമോണൊക്കെ എന്തൊക്കെയാണ് അവർ കാണിച്ചു വിട്ടത് അവര് തന്നെ പറഞ്ഞു അതായത് ഒരിക്കലും നമ്മൾ ഓടാൻ പാടില്ല അവള് ഓടി ടൈഗർ വന്നിട്ട് നീച്ചു അവര് പറഞ്ഞു അങ്ങനെ ഒരാൾ മുന്നിൽ കൂടെ ഓടുമ്പോ ടൈഗർ ചാടി പിടിക്കുന്നു സോപ്പ് ഒരു ഓട്ടം ഇനി ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഇല്ല കേട്ടോ രസമില്ല തോന്നുന്നു ഇന്ന് അതും കൂടി ഒരു വീഡിയോ ഉണ്ടായിരുന്നു ടൈഗർ ചാടുന്നു ഓരോന്ന് പറയാം പേടിച്ചിട്ട് ഇങ്ങനെ പേടിക്കരുതാ അതിനെ തൊട്ടതാ അയ്യോ അയ്യോ കുറച്ച് നേരം ഞാനിനി ചെല്ലാത്ത സഹസ്രനാമമാണ് വിഷ്ണു സഹസ്രനാമം ലളിത സഹസ്രനാമം മറ്റെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഏതൊക്കെയോ ഇടയിൽ കൂടെ കയറി വന്നു ആരെങ്കിലും ഒക്കെ രക്ഷിക്കണേ ഇവരെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണേ എൻ്റെ അമ്മേ ഞാൻ മതിയായോ മതി ഓടുപോയി പവൻ അങ്ങനെ പവനായി ശവമായി നല്ല ഫോട്ടോ കിട്ടിയില്ലേ വീരശൂര പരാക്രമിയായി ആ അതെ അത് എന്നിട്ടല്ലേ ഞാൻ യെസ് അങ്ങനെയൊക്കെ ഉള്ളത് അതിന്റെ ബിഹൈൻഡ് ദ സീനും എന്റെ അടുത്തുണ്ട് എന്റെ ഫോട്ടോ കിട്ടിയ ശരിക്കും എടുത്തിട്ടുണ്ട് നല്ല രണ്ട് ഫോട്ടോ ആ അതെ പേടിച്ച് നിക്കണത് ടൈഗറിന്റെ മുന്നില് മിത്തു ധൈര്യം വേണം കേട്ടുള്ള കാര്യം ഞാൻ പറയാം എന്നെ പോലെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കണം ഓടരുത് പിന്നെ അവരില്ലാതെ ഒന്നും പറയുന്ന കേൾക്കരുത് മുന്നിൽ കൂടെ ഒന്നും പോകരുത് ശ്രദ്ധിക്കണം കേട്ടോ എന്താ ഉപദേശം ടൈഗറിന്റെ മുകളിൽ കയറിയിരുന്ന് സഞ്ചരിച്ച ആളെ പോലെയാണ് ഉപദേശം കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഇത് നോക്കി ഇവിടെ ചിടുങ്ങളാണൊക്കെ ഈശ്വരായി ചിടുങ്ങൾക്കൊന്നും പേടി കേറണോ ഇരിക്കണോ എന്താ ഓൾ സെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോലെ എത്തിയ ആള് വേറൊരാളെ ഉപദേശിക്കാൻ ഇത്രയും മിടുക്ക് എന്ത് ഇതിനെ നമുക്ക് കിട്ടിയത് അതെ ഹായ് ഫോട്ടോ അതെ അതിന്റെ ഒരു കാല് മതി നമ്മുടെ ജീവൻ പോയി ഇത് കാരണംใช่จ้ะพ่อมันจวนมาพ่อมันยังมาถามเลยว่าใครจะถ่ายรูปให้มา โอเครู้แอดนี่ one two three พยายามบอกทุกอย่างแล้วพ่อก็บอกพี่เซียนแจ้งว่าทำผ้าให้ดูทุกอย่างแล้วพยายาม അങ്ങനെ നമ്മൾ പ്ലേ വിത്ത് ടൈഗറുമായി കളിച്ചിട്ട് ആരാണത് നമ്മൾ പോവാണ് സോ എല്ലാവരും വലിയ ആൾക്കാരടക്കം സ്മോൾ ടൈഗറിന്റെ കൂടെ ആയിരുന്നു ടൈഗർ കൂട്ടുന്നു പോകുന്നു ഇന്ന് രാത്രി സ്വപ്നം കണ്ട് പേടിക്കണോ എനിക്കറിയില്ല പക്ഷെ ലയോണാണെങ്കിൽ ഓക്കെ ഓ എന്റെ പൊന്നെ ആ മുഖം ഒന്നിട്ട് കാണട്ടെ
ലയോണാണ് എനിക്ക് കുറച്ചും കൂടെ എന്താ വെച്ചാൽ രാജാ റോയൽ അല്ലേ ഇത് നമുക്ക് പറ്റിയൊരു കേസ് ഒന്നല്ല. അത് കണ്ടു ഞാൻ അവിടെ അതിന്റെ ഉള്ളില് എനിക്ക് പറ്റിയതാണോ അല്ലേ എന്നുള്ളത്. കുറച്ചൊക്കെ കഴിച്ചില്ലായി കയറില്ലേ മതിയൊക്കെ. അങ്ങനെ നമ്മളിപ്പോൾ ബിഗ് ബുദ്ധയിൽ അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഏറ്റവും മേലെ ആയിട്ട് നമ്മുടെ വലിയ ബുദ്ധ. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഒരു സൈഡ് ഫുള്ള് കടല്, ഒരു സൈഡ് ഫുള്ള് ടൗൺ കാണാനുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ, ഒരു രക്ഷയില്ല. ഇത് ടെമ്പററി ക്ലോസ്ഡ് ആണ്. നമ്മൾ അവിടുന്ന് പോരുമ്പോൾ തന്നെ നോക്കുമ്പോൾ അല്ലേ ബിഗ് ബുദ്ധ ചിലപ്പോൾ ക്ലോസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബുദ്ധേനെ കാണാൻ പറ്റും, പുറത്തുനിന്ന് കാണാൻ പറ്റും, ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്താ കടലിൻ്റെ ഒക്കെ ഒരു ഭംഗി. ഓ, അപ്പോൾ നമ്മൾ ഈ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ പോരുകയാണ് കേട്ടോ. കണ്ട ബാക്കിൽ നമ്മളെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പക്ഷികളൊക്കെ കൈ പിടിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, കുറേ പക്ഷികളെ മൃഗങ്ങൾ ഇതൊക്കെ വെച്ച് കയ്യിലും അവിടെ ഇവിടെ തലയിലൊക്കെ വെച്ചിട്ട് എടുക്കണം, അതൊക്കെ ചെയ്യാം. പെട്ടെന്ന് നാട്ടിൽ വടക്കോർത്തെത്തിയൊരു ഫീല്. വിത്തു അത് പറഞ്ഞു, അമ്മ വാഴ വടക്കോർത്തെത്തിയ പോലെ ഉണ്ടല്ലോ എന്ന്. ശരിക്കും അതുപോലെ നാട്ടിലൊരു ഫീൽ കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്നത് ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബി ഇതിലാണ്. കുറേ ഹണി ബീൻ്റെ സംഭവങ്ങളും നല്ല നല്ല സ്നാക്സ്, അതിൻ്റെ ഉള്ളിലും ഫോട്ടോ വീഡിയോ അലൗഡ് ആയിരുന്നില്ല. നല്ല കോക്കനട്ട് ചിപ്സ്, നാളികേരം ചിപ്സ് പോലെ ആക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതേപോലെ ഇവരുടെ ഫേമസ് ആണല്ലോ മാംഗോൻ്റെ ഭയങ്കര കുറേ സാധനങ്ങൾ, അതുപോലെ ബനാന ചിപ്സ് ഒക്കെ വെറൈറ്റി സാധനങ്ങൾ, അതൊക്കെ കുറേ ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ഹണിയൊക്കെ വേറെ ലെവൽ ഹണി. പക്ഷേ ഏരിയ അടിപൊളിയാണ് ശരിക്കും. നമ്മുടെ നാട് എനിക്ക് നാടായിട്ടാണ് തോന്നുന്നത് കേട്ടോ. നല്ല ഗ്രീനറി, വേറെ ഒന്നും തോന്നണില്ല, നല്ല രസമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറേ ഫ്രീ എൻട്രി കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇത് ബിഗ് ബി ഫാം ഫുക്കേറ്റിലുള്ളതാണ്. മെയിനായിട്ട് മാർക്കറ്റിംഗ് ആണ് അവർ നോക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഹണി ബി പലതരത്തിലുള്ള തേനുകളൊക്കെ ഇവിടെ കിട്ടും. അതേപോലെ തന്നെ തേനീച്ചകളെ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അവർ കാണിച്ചു തരും. നമുക്കൊന്ന് പേടിയോ ഇത് കുത്തും, പക്ഷെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ മിത്തുക്കുട്ടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അവർ നമുക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് ഇവിടെ വേണ്ടത് എന്നുള്ളതാണ് മിത്തു പറഞ്ഞു തരുന്നത് കേട്ടോ. അതായത് പലതരത്തിലുള്ള തേനും പൂക്കളും അതെന്നൊക്കെ 2 തരം പൂക്കളിൽ നിന്ന് 3 തരം പൂക്കളിൽ നിന്ന് അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, മെയിനായിട്ട് വാങ്ങിക്കുകയും ചെയ്യാം. പിന്നെ കോക്കനട്ടിൻ്റെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്, എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ തേനിൻ്റെ മാത്രമല്ല, അതിനുശേഷം നമ്മൾ പോണത് ഇതേപോലെ തന്നെ ഫ്രീ എൻട്രി ആയിട്ടുള്ള കാഷ്യൂനട്ട്, അതെങ്ങനെ ഉണ്ടാക്കുക സംഭവങ്ങളൊക്കെ കാണിച്ചു തരും ചെയ്യും. പിന്നെ പല ഫ്ലേവറിലുള്ള കാഷ്യൂനട്ട്, നമ്മുടെ കോഫിയുടെ ഫ്ലേവറിൽ, ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിൽ നല്ല ടേസ്റ്റ്. അതിൻ്റെയൊക്കെ സാമ്പിൾ നമുക്ക് കഴിച്ചു നോക്കാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. എല്ലാം ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് അവരവിടെ കാണിച്ചു തരുന്നത്. എന്നാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, സാധനങ്ങൾ വാങ്ങണമെങ്കിൽ മാത്രം നമുക്ക് ഇവിടെയൊക്കെ പോയാൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ജെംസ് ഗാലറിയിലാണ് പോയത്. ഇതും പ്രഷ്യസ് സ്റ്റോൺസും ജ്വല്ലറീസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഉള്ളിലേക്ക് വീഡിയോ അലൗഡ് അല്ല. പക്ഷേ അടിപൊളിയാണ്, വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ പോയി വാങ്ങിക്കാം. ഇതും ഫീസും കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ എൻട്രി ആണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. ദേ പോകുന്ന വഴിയാണ് ബീച്ചാണ്. ഫുക്കറ്റിൽ പിന്നെ അറിയാലോ മൊത്തം ബീച്ചും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കംപ്ലീറ്റ് ഒരു മാർക്കറ്റും വൈബും ഇതിൻ്റെ ഒത്ത നടുക്കാണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ, ഇതൊരു മാർക്കറ്റ് ലോകമാണ് കേട്ടോ. ഹോട്ടലിൻ്റെ തൊട്ട് താഴെയുള്ള ഷോപ്പിൽ ഞങ്ങൾ ഇറങ്ങി ഉടനെയുള്ള ഷോപ്പാണിത്. ഇവിടുന്ന് തന്നെ ഞങ്ങൾ തുടങ്ങിയ പർച്ചേസ്. അപ്പോൾ ഞാനൊരു 3 വാങ്ങിച്ചു, ഞാനും മിത്തുക്കുട്ടിക്കും കൂടി. ബീച്ച് നാളെ മറ്റന്നാളൊക്കെ ബീച്ചിൻ്റെ അല്ലേ, അപ്പോൾ ഞങ്ങൾ അത് കുറച്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഫുള്ള് വാങ്ങിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇനി ദൂരത്ത് പോയി ഇതിനേക്കാളും നല്ല കണ്ടു കഴിഞ്ഞാൽ പിന്നെ സങ്കടമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചില്ല. പക്ഷെ നല്ല കളക്ഷൻസും റേറ്റും എനിക്ക് അത്യാവശ്യം കുറവ് തന്നെയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ, അടിപൊളി കളക്ഷൻസ്. നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ്, ബീച്ച് വെയർ ആണ് മെയിനായിട്ട്. കുറച്ച് കംഫർട്ടായിട്ട് നടക്കണമെങ്കിൽ ബീച്ചിൽ നമുക്ക് ഭയങ്കര ഡ്രസ്സൊന്നും ഇട്ട് നടക്കാൻ പറ്റില്ല. അങ്ങനെ അടുത്ത 2 ദിവസത്തെ ബീച്ചിലേക്ക് പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങളിതേ ഹോട്ടലിൽ നിന്ന് നേരെ താഴെ ഇറങ്ങുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ. ഇതാണ് ഈ ഫുക്കറ്റിലെ നൈറ്റ് വൈബ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്ന കാരണം നമുക്കത് ശരിക്കും ആ പാട്ടോട് കൂടിയുള്ള വൈബ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാതെ നമുക്ക് തന്നെ അവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു തരം വൈബാണ്. കണ്ടോ, ഇതിൻ്റെ ഇടയിൽ റോട്ടിലൂടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കുന്നു. ഇതിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുക. പിന്നെ ഫ്രൂട്ട്സ് ആണ് ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്, പാൻ കേക്ക്, ഫുഡ്. അപ്പോൾ അതൊക്കെ ഒന്ന്
എക്സ്പ്ലോർ ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ ആണ്, വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യും. വന്ന അന്നത്തെ ആ ഒരു ദിവസം നമുക്ക് ആ ഒരു വൈബും പാട്ടും കാരണം ഹോട്ടലിൽ ഇരിക്കാൻ തോന്നാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങി ഒന്നിങ്ങോട്ട് നടന്നതാണ്. നടക്കുമ്പോഴേ ഫുഡായാലും ഫ്രൂട്ട്സ് ആയാലും സാധനങ്ങളായാലും പാട്ടും ഡാൻസും എന്താ പറയേണ്ടത്. രാത്രി ഒരു 10 മണിക്കാണ് ഇവിടുത്തെ വൈബ് തുടങ്ങുക എന്ന് പറയാം, വേണമെങ്കിൽ ഫുക്കറ്റിലെ നൈറ്റ് തുടങ്ങുക എന്ന് വേണമെങ്കിൽ പറയാം. അത്ര അടിപൊളിയാണ് കേട്ടോ. ഫുൾ ജ്വല്ലറി, ചപ്പല്, ഡ്രസ്സുകൾ, ബാഗ്, ഏതൊക്കെയാ വാങ്ങേണ്ടതെന്ന് കൺഫ്യൂഷൻ ആട്ടോ. പെട്ടെന്നൊരു സന്തോഷം പാനിപൂരി കണ്ടപ്പോൾ. ഇന്ത്യൻ ഫുഡ് എവിടെയെങ്കിലും കാണുമ്പോൾ ഒരു സന്തോഷം. തായ് ഫുഡ് ട്രൈ ചെയ്യണ്ട നമുക്ക്. യെസ്, ഇനി ഇവിടെ നിങ്ങളുടെ കിടക്കാണ്. അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ഈ വൈബ് എന്ന് പറയുന്നത് വേറെ ലെവൽ വൈബാണ് അല്ലേ. നമ്മുടെ സ്ട്രീറ്റ് മൊത്തം ഷോപ്പിംഗ്, ഫുഡ് ഷോപ്പിംഗ്, ഫുഡ് ഡ്രിങ്ക്സ്, ഫുഡ് ഷോപ്പിംഗ് ഡ്രിങ്ക്സ്, ഇത് തന്നെയുള്ളൂ ഇവിടെ. പിന്നെ ഏറ്റവും കൂടുതലുള്ളത് നെയിൽസ്. സത്യമായിട്ടും അത് അറിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്ത് വന്നിരുന്നില്ല. നെയിൽസ്, ടാറ്റു, ഹെയർ, ഐലാഷസ്, ബ്യൂട്ടി ഭയങ്കരമാണ്. ഓരോ മുക്കിലും മൂലയിലും മൈലാഞ്ചി ഇടുന്ന പോലെയാണ് ഇവിടെ നെയിൽസും ഐലാഷസും അതുപോലെ മുടിയൊക്കെ ചെയ്യണത് കേട്ടോ. പിന്നെ മസാജ് ഉണ്ട്. പക്ഷെ ഇന്ന് ഫസ്റ്റ് ഡേ തന്നെ ഞാൻ വിചാരിച്ചു മസാജ് ചെയ്യണ്ട, കാരണം നമ്മൾ മാക്സിമം നടന്ന് ക്ഷീണിച്ച് ഒരു 7ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ കാലിന്റെ പരിപ്പിളകുമ്പോൾ നമുക്കൊരു ഫുഡ് മസാജ് എടുക്കാം. എല്ലാവരും ഇവിടെ പറയണതാണ് മസ്റ്റായിട്ടും മസാജ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ചെയ്യണം എന്നുള്ളത് എല്ലാവരും റെക്കമെൻഡ് ചെയ്യണതാണ്. അപ്പോൾ അതെന്തായാലും നമ്മൾ ചെയ്തിരിക്കും. പക്ഷെ ലാസ്റ്റ് ഡേ ഒക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ അല്ലേ ആയിട്ടുള്ളൂ. എന്തൊക്കെ തരം ഫ്രൂട്ട്സ് ആണ് നോക്കിയേ. ഫ്രൂട്ട്സ് നല്ല ഫ്രഷ് ജ്യൂസ് കേട്ടോ, അടിപൊളി. ഇനിയിപ്പോൾ ഇത് വേണമെങ്കിൽ ഫ്രഷ് കട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. മാംഗോ, ഇവിടെ മാംഗോ ആണ് മെയിൻ. മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാനുണ്ട്. വാട്ടർമെലൻ, ഇത് ഒക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൈനാപ്പിളിലൊക്കെ അടിപൊളി. ആഹാ, നല്ല ബീച്ച് വെയേഴ്സ് കിട്ടണമെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നല്ല വെറൈറ്റി, ഏതൊക്കെ ടൈപ്പ് ഡ്രസ്സ് ഉണ്ടെന്നുള്ളതിന് ഒരു കയ്യും കണക്കുമില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഞാൻ എന്തായാലും ഇങ്ങനത്തെ കുറേ ബീച്ച് വെയേഴ്സ് എടുത്തിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു ഷോർട്സ്. കാരണം നമ്മൾ പോകുന്നത് തായ്ലൻഡിലെ 3-4 ദിവസം ബീച്ചിൽ തന്നെയാണ്, കംപ്ലീറ്റ് ബീച്ച്. അപ്പോൾ അവിടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് പെട്ടെന്ന് ഉണങ്ങുന്ന എപ്പോഴും അങ്ങനത്തെ ഡ്രസ്സുകൾ വേണം ഇടാൻ. അപ്പോൾ അതുകൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. നമ്മൾ പിന്നെ ഇടയ്ക്ക് ഗോവയ്ക്ക് പോകുമ്പോൾ ബീച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്, അപ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഡേയിലത്തെ അവസ്ഥയാണ്. ഇവിടെ ഹോളി ഉണ്ടോ? കൊള്ളാലോ. വേറെ സ്ഥലത്ത് നിന്ന് ഹോളി കാണുമ്പോൾ രസം. അപ്പോൾ ഹോളിക്കുള്ള പിള്ളേരിങ്ങനെ നടക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഷോപ്പിംഗ് തകൃതിയായി നടക്കുകയാണ്. ബീച്ച് വെയേഴ്സും എല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പറഞ്ഞ് വെയിറ്റ് ഒക്കെ തിരിച്ചു പോകുമ്പോഴേക്കും നമുക്ക് ബാഗൊക്കെ ഫുള്ളാവും എന്നാണ് തോന്നുന്നത് കേട്ടോ. അത്ര കിടിലൻ കളക്ഷൻസ്. എങ്ങനെയാണ് വാങ്ങിക്കാതിരിക്കുക? കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടതൊക്കെ വെറും ബീച്ചിലേക്ക് പറ്റിയ ഡ്രസ്സുകളാണ്. ബാങ്കോക്കിലാണ് ഇത്ര മെയിൻ ഷോപ്പിംഗ് പർദീസ എന്നാ പറയണത്. തൽക്കാലം നമുക്ക് നിർത്താല്ലേ. ആദ്യത്തെ ദിവസമായിട്ടുള്ളൂ എന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാവില്ല നമുക്ക്. എവിടെയെങ്കിലും ചെന്ന് കയറിയ ആദ്യത്തെ ഒരു ആക്രാന്തം, പിന്നെ നമുക്ക് ആ ഒരു ബോധം വെക്കും, അപ്പൊ നമ്മൾ നിർത്തും. അങ്ങനെയാണ് സാധാരണ. അയ്യോ, നല്ല ഡ്രസ്സ്. രാത്രി സമയം 9 മണിയായി. അപ്പൊ ഇന്നിപ്പോ നമ്മളിങ്ങനെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും സ്ഥലം നേടി നടക്കാനൊന്നും പോകുന്നില്ല. തൽക്കാലം നമ്മളിവിടെ ബർഗർ കിങ്ങിൽ വന്നിട്ട് ഒരു ബർഗറും ഫ്രഞ്ച് ഫ്രൈസും കഴിക്കുകയാണ്. കാരണം നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് ഇവിടുന്ന് പോകണം. പറഞ്ഞ പോലെ ടയർഡായി മിത്തുകുട്ടിക്ക്. ശരിക്കും മിത്തു മാത്രമല്ല, മിത്തുവിനേക്കാളും ടയർഡായി ഞങ്ങളൊക്കെ. കാരണം നമ്മൾ ഇന്നലെ രാത്രിത്തെ ഉറക്കം പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ ടാക്സിയിൽ പോകുമ്പോഴൊക്കെ ഉറങ്ങി, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ നടന്ന് നമ്മുടെ കൈയിന്റെ പണി കഴിഞ്ഞ കാരണം തൽക്കാലം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. നാളെ ഫിഫി ഐലൻഡും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരാം. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ബൈ.